ആക്ടർ പ്രശാന്ത് ചന്ദ്രൻ. ലോകത്തിന്റെ ശബ്ദം കേൾക്കുന്നില്ലെങ്കിലും മനസ്സിൽ സംഗീതത്തിന്റെ സ്വരരാഗങ്ങൾ നിറയുന്നതാണ് പ്രശാന്തിന്റെ ജീവിതം. ജനിച്ചപ്പോൾ 3 മാസത്തെ ആയുസ് മാത്രമേ ഡോക്ടർമാർ പ്രശാന്തിന് വിധിച്ചുള്ളൂ. എന്നാൽ അച്ഛൻ ചന്ദ്രനും അമ്മ സുഹൃതയും കുഞ്ഞിനെ മരണത്തിന് വിട്ടുകൊടുത്തില്ല. നൽകാവുന്ന ചികിത്സയെല്ലാം നൽകി പൊന്നുപോലെ നോക്കി വളർത്തി. ഏകദേശം ഒരു 8-10 സർജറി ചെയ്താണ് ഈ മുഖമെല്ലാം ഈ രൂപത്തിൽ ആക്കി എടുത്തത്. ഇപ്പോൾ പുള്ളിക്ക് വന്നിട്ട് സംസാര വൈകല്യമുണ്ട്. പറയുന്നത് ഞങ്ങൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ, മറ്റു പുറത്തുനിന്ന് പറഞ്ഞവർക്കൊന്നും മനസ്സിലാവില്ല പറയുന്നത്. രണ്ടാമത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇല്ല, പക്ഷേ ഉൾക്കാഴ്ച എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആവശ്യത്തിന് മാത്രം കേൾക്കും, ആവശ്യത്തിന് മാത്രം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ പതുക്കെ പറഞ്ഞാലും മതിയാവും, കേൾക്കും. ഒത്തിരി കഴിവുകളുണ്ടെന്നൊക്കെ നമുക്ക് കുറേശ്ശെ കണ്ടുപിടിക്കാൻ സാധിച്ചു. കാരണം കഴിവുകൾ ഒത്തിരി ഉണ്ട്. പിന്നെ ഡോക്ടർ പറഞ്ഞ് അങ്ങനെ എല്ലാ കഴിവും കൂടെ കൊണ്ടുപോകണ്ടെന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ കാലാവസ്ഥ പറയുന്നതുണ്ട്, ടെമ്പറേച്ചർ പറയുന്നുണ്ട്, കീബോർഡ് വായിക്കും. കലണ്ടറിലാണ് മാസ്റ്റർ ഇത് എടുത്തിരിക്കുന്നത്, ഡോക്ടറേറ്റൊക്കെ എടുത്തിരിക്കുന്നത് കലണ്ടറിലാണ്. ഈ നേട്ടങ്ങളെല്ലാം പ്രശാന്ത് നേടിയത് അപൂർവമായ ഓർമ്മശക്തി കൊണ്ടാണ്. പ്രശാന്ത് 10 കോടി വർഷത്തെ കലണ്ടറാണ് മനഃപ്പാടമാക്കിയിരിക്കുന്നത്. ഈ 10 കോടി വർഷത്തെ കലണ്ടറിൽ നിന്ന് ഏത് ഡേറ്റ് ചോദിച്ചാൽ ഡേ പറഞ്ഞു തരണമായിരുന്നു, ദിവസം ആഴ്ചയൊക്കെ പറഞ്ഞു തരണമായിരിക്കും. 2035 ആറ്റുകാൽ പൊങ്കാല എന്നായിരിക്കും. 2035 ആറ്റുകാൽ പൊങ്കാല എന്ന് വരും. 2035 ആറ്റുകാൽ പൊങ്കാല 23/2 ഫെബ്രുവരി 23 വരുമെന്നാണ് പറയുന്നത്. അന്ന് വെള്ളിയാഴ്ച ദിവസമായിരിക്കും. അതാണ് പ്രശാന്ത് പറയുന്നത്. ഞാൻ ജനിച്ച ഡേറ്റ് ഓർമ്മയുണ്ടെങ്കിൽ ദിവസം ഏതാണെന്ന് ഓർമ്മയില്ലായിരുന്നു. അത് പ്രശാന്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. തേഴ്സ്ഡേ, അതായത് വ്യാഴാഴ്ചയാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു ദിവസം തന്നെ എത്രയോ കലണ്ടർ വേണം. അപ്പോൾ ഒരു ജനുവരി ഫെബ്രുവരിയിലൊക്കെ നമുക്ക് കലണ്ടർ വാങ്ങിക്കാൻ കിട്ടും. അത് കഴിഞ്ഞാൽ കലണ്ടർ കിട്ടില്ല. പുള്ളിയാണെങ്കിൽ രാത്രിയാകുമ്പോൾ വേറെയിലും പണി. പിന്നെ നമ്മൾ സൈകേട്ടിട്ട് പറഞ്ഞ് മൊബൈൽ കൊടുത്തിട്ട് പറഞ്ഞ് മൊബൈലിൽ ഒരു 15 വർഷത്തെ 10 വർഷത്തെ കലണ്ടർ കൊണ്ട് നോക്കാൻ പറഞ്ഞു. അതൊരു ദിവസം കൊണ്ട് നോക്കിയിട്ട് പോകണം. ഇനി ഇതിൻ്റെ ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 10, 15, 25 ഇപ്പം ഒരു 10,000 വർഷത്തെ കലണ്ടർ ഗൂഗിൾ വഴിയെല്ലാം അവൻ തന്നെ സെറ്റ് ചെയ്ത് വെച്ച് പഠിക്കുന്നതാണ് തൊഴിൽ. ഗിന്നസ് റെക്കോർഡുകളടക്കം 48 റെക്കോർഡുകളാണ് പ്രശാന്ത് സ്വന്തം പേരിലാക്കിയത്. കഴിവുകൾ കണ്ട് ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റും നൽകി ആദരിച്ചു. സന്തോഷായ ഈ കാണുന്നതെല്ലാം പ്രശാന്ത് ഈ പ്രായത്തിനിടയ്ക്ക് വാരിക്കൂട്ടിയ പുരസ്കാരങ്ങളാണ്. പ്രശാന്തിനെ ആ പുരസ്കാര നേട്ടങ്ങളിലേക്ക് എത്തിച്ചത് ഈ കുടുംബത്തിൻ്റെ ആത്മസമർപ്പണം. സജീവ്കുമാറിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. AK സ്റ്റെഫിൻ തന്നെ നമ്മുടെ കൂടെയുണ്ട്. സ്റ്റെഫിൻ, ആ പറഞ്ഞതിൽ എൻ്റെ ഉള്ളിലേറെ തട്ടിയത് ശരിക്കും 3 മാസം മാത്രമേ ജീവിച്ചിരിക്കൂ എന്ന് ജനിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞതിനെക്കുറിച്ചാണ്. അതെല്ലാം കൂടെ തന്നെ തച്ചുടച്ചുകൊണ്ട് ഇത്രയും വളർന്ന് ഇത്രയും വലിയ നേട്ടത്തിലെത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ കുടുംബത്തിന് വലിയൊരു കയ്യടി കൊടുക്കണം. അത്രത്തോളം സപ്പോർട്ടുള്ളൊരു വീട്ടുകാരില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ പ്രശാന്തിന് ഇങ്ങനെ മുന്നേറാനും സാധിക്കുകയില്ല. ഇപ്പോൾ സ്റ്റെഫിനും ആ കൗതുകത്തിന് പുറത്ത് ഒരുപാട് ചോദ്യമൊക്കെ ചോദിക്കുന്നത് കണ്ടല്ലോ. എന്ത് തോന്നി അദ്ദേഹത്തെ കണ്ടപ്പോൾ? സത്യം പറഞ്ഞാൽ ഏറെ അഭിമാനമുണ്ട് ഈ പ്രശാന്ത് ചന്ദ്രനെ പറ്റി ആലോചിക്കുമ്പോൾ. കാരണം പൂജ സൂചിപ്പിച്ചതുപോലെ 3 മാസം ഡോക്ടർമാരും വൈദ്യ രംഗവും വിധി എഴുതിയ ആളാണ്. ഇപ്പോൾ 26 വർഷമായി നമുക്കെല്ലാവർക്കും അഭിമാനകരമായ രീതിയിൽ ഇങ്ങനെ വളർന്നു നിൽക്കുന്നത്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് ആ കുടുംബത്തിൻ്റെ ആ ഒരു സമർപ്പണ ബോധമാണ്. കാരണം പ്രശാന്തിൻ്റെ കഴിവുകൾ തിരിച്ചറിയുക എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ മുമ്പിലുള്ള കടമ്പ. കാരണം ഭിന്നശേഷിക്കാരനാണ്, സംസാരിക്കാൻ കഴിയില്ല, കാഴ്ചയില്ല, കേൾവിയില്ല. പക്ഷേ അവിടെയും അവൻ്റെ ഉൾക്കാഴ്ച കൊണ്ട് അവന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് തിരിച്ചറിഞ്ഞത് ആ കുടുംബമാണ്. സദാസമയവും നമ്മൾ ആ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ എപ്പോഴും അവൻ്റെ കൂടെ ഒരാളുണ്ടാകും. ഒന്നെങ്കിൽ അച്ഛനുണ്ടാകും, അല്ലെങ്കിൽ അമ്മയുണ്ടാകും, അല്ലെങ്കിൽ സഹോദരി ഉണ്ടാകും. അച്ഛൻ പറയുന്നു സഹോദരിയാണ് പ്രശാന്തിനെ ഇത്രത്തോളം വളർത്തി വലുതാക്കാൻ സഹായിച്ചത്. അമ്മ പറയുന്നു അച്ഛനാണ്. അച്ഛൻ പറയുന്നു അമ്മയും സഹോദരിയും ചേർന്നാണ്. അങ്ങനെ സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരെല്ലാം കൂട്ടായിട്ട് എപ്പോഴും പ്രശാന്തിനുണ്ടാകും. ഇപ്പോൾ അവസാനമായി നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ ആദ്യമേ നമ്മൾ വീട് തുറന്ന് പ്രശാന്തിനെ കാണുമ്പോൾ പ്രശാന്തിനൊപ്പം ഉണ്ടായിരുന്ന സഹോദരിയുടെ 2 മക്കളാണ്, കുഞ്ഞു മക്കളാണ്. ഒരു നിറഞ്ഞ ഒരു കൗതുകവും സ്നേഹവും ഒക്കെ പ്രശാന്തിനെ കാണുമ്പോൾ നമുക്ക് തോന്നും. കാരണം അവിടെ എപ്പോഴും സദാസമയം ഒരിടത്തിരുന്ന് കലണ്ടർ നോട്ടമാണ് പ്രധാനപ്പെട്ട പരിപാടി. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങാൻ നേരത്ത് ഈ പ്രശാന്തിൻ്റെ അച്ഛൻ ചന്ദ്രൻ ഞങ്ങൾക്ക് ചെറിയ ഒരു കലണ്ടർ എടുത്ത് തന്നിട്ട് പറഞ്ഞു, സാധാരണ ഇവിടെ വരുന്ന ആളുകളൊക്കെ ഇങ്ങനെ പ്രശാന്തിന് എന്തെങ്കിലും കൊടുക്കാറുണ്ട്, അങ്ങനെ വേറെ ഗിഫ്റ്റൊന്നും പ്രശാന്തിന് വേണ്ട, കലണ്ടറാണ് വേണ്ടത്. അങ്ങനെ അവർ തന്നെ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ് കലണ്ടർ. ഈ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പ്രശാന്തിന് അവരുടെ കയ്യിൽ നിന്നൊരു ഗിഫ്റ്റ് വേണം അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ആ കലണ്ടറൊക്കെ കൊടുത്ത് വലിയ സന്തോഷമായിരുന്നു പ്രശാന്തിന്. ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ഹോബി പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം. രാവിലെ മുതൽ ഈ കലണ്ടറും ഡേറ്റും ഒക്കെ ഇങ്ങനെ അതെ അതെ തീർച്ചയായിട്ടും. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു അത്ഭുതമാണല്ലേ, എത്ര ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തൊക്കെ പോന്നെ. ഒന്ന് രണ്ടക്കൊക്കെ കൂട്ടി മുട്ടിച്ച് ഒന്ന് ഉത്തരം പറയാൻ പറഞ്ഞാൽ പോലെ നമ്മളൊക്കെ പെട്ടുപോകും. ഗുണനെ പട്ടികയൊക്കെ പറയുന്നത് കേട്ടാൽ ചിരിച്ചു പോകും. അവിടെയാണല്ലോ ഇങ്ങനെയൊക്കെ. എനിക്ക് അതാണ് ആദ്യം മനസ്സിൽ വന്നത്. പക്ഷേ ആ വീട്ടുകാർക്ക് ഒരു വലിയ കയ്യടി കൊടുത്തേ പറ്റത്തുള്ളൂ. ഒരുപാട് സമ്മാനങ്ങളൊക്കെ നേടിയിട്ടുണ്ട്. ഏറ്റവും വലിയ സമ്മാനമൊന്നും ഏറ്റവും വലിയ ഭാഗ്യവും പ്രശാന്തിന് കിട്ടിയത് തീർച്ചയായിട്ടും ആ അച്ഛനും അമ്മയും സഹോദരിയും ഒക്കെ തന്നെയായിരിക്കും. ഈ നേട്ടങ്ങളിലൊന്നും അവസാനിക്കാതെ ഒരുപാട് നേട്ടങ്ങൾ ഇനിയും സ്വന്തമാക്കാൻ സാധിക്കട്ടെ. ആശംസകൾ. ശരി സ്റ്റെഫ്.